ഇന്ന് അത്താഴത്തിന് മീൻ കറിയാണ്, അറയ്ക്ക മീനാണ്. അപ്പോൾ അരക്കില്ല അറയ്ക്ക മീൻ മേടിച്ചു. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് കറി വയ്ക്കുക എന്നുള്ളത് കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ അറയ്ക്കയ്ക്ക് വില കുറവാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മേടിക്കാൻ പറ്റും. കുറച്ചുകൂടി കഴിഞ്ഞാൽ 1600 രൂപ 1400 രൂപയ്ക്കാണ് ഞങ്ങളവിടെ അറയ്ക്കയുടെ വില ഉണ്ടാവാറ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കറി വയ്ക്കാമെന്ന് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ മീൻ കറിയാണ് വയ്ക്കുന്നത്. അറയ്ക്കയാണ്. ഇപ്പം നല്ലോണം അറയ്ക്ക, ചെറിയ അറയ്ക്ക, നെയ്മീൻ എന്നൊക്കെ പറയും, അത് നല്ലോണം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അരക്കിലോ അറയ്ക്ക മേടിച്ചു. അതിലേക്ക് ഒരു കഷ്ണം സവോള, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ഒരു ചുള കുടപ്പുളി, പിന്നെ പച്ചമുളക്, തക്കാളി, പിന്നെ ഇതിലേക്ക് മാങ്ങയും കൂട്ടിയിട്ടിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഇട്ട് നമ്മൾ കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കൂട്ടി തിരുമാം. നല്ലോണം യോജിപ്പിച്ചെടുക്കാം. യോജിപ്പിച്ചെടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ നാളികേരം, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി കൂടി അരച്ചത് ചേർക്കാണ്. ഇതൊന്ന് കഴുകി ഒഴിക്കാം. അപ്പോൾ നല്ലോണം കഴുകി ഒഴിച്ചു. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു മാങ്ങ ചെറിയ പീസാക്കി ഇത്തിരി ഉപ്പ് പറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് പറ്റി വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ മാങ്ങ ഉടഞ്ഞു പോവില്ല. അപ്പോൾ ആ മാങ്ങ ഇട്ട് കൊടുക്കാം. ആ മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തീ കത്തിച്ച് കൊടുക്കാം. തീ കത്തിച്ച് കൊടുത്തു. കറി തിളച്ച് വരുമ്പോൾ നമുക്ക് നുറുക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കറി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. 1/2 കിലോ നെയ്മീനാണ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. ഇനി മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ മാംസം നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഒന്ന് നമ്മൾ മെല്ലെ ഇളക്കി കൊടുക്കാൻ പാടൂ. ഇനി ഇതൊന്ന് വെട്ടി തിളച്ച് വരട്ടെ. അപ്പോൾ കറി നന്നായി വെട്ടി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഒരു 2 മിനിറ്റ് നേരം നല്ലോണം ഒന്ന് വെട്ടി തിളച്ച് കഴിഞ്ഞാൽ നമ്മളത് ചെറുതീയിലിട്ടിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് നേരം അടച്ച് വെച്ചിട്ട് വേവിക്കുക, ചെറുതീയിലിട്ടിട്ട്. അപ്പോൾ നല്ലോണം ഒന്ന് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. അങ്ങനെ നമ്മളുടെ മീൻ കറി എന്തായെന്ന് നോക്കാം. മീൻ കറി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉള്ളി കാച്ചിയത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. നമ്മൾ ഉള്ളി കാച്ചിയത് ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മളൊന്ന് ചുറ്റി കൊടുക്കട്ടെ. നമ്മൾ ഒന്ന് ചുറ്റിച്ച് കൊടുത്തു. ഇനി നമ്മൾ ഉപ്പ് ഒക്കെ കറക്റ്റ് ഉണ്ടോ എന്നൊന്ന് നോക്കണം. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഉള്ളി കാച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം കൂടി ഒന്ന് വെച്ച് വരട്ടെ. അപ്പോൾ ഒന്ന് ഉള്ളിയിടാം. അതൊക്കെ ഒന്ന് സെറ്റായിട്ട് കിട്ടും. നമ്മളെ അറയ്ക്ക മീൻ കറി കണ്ടില്ലേ, നല്ല ഭംഗിയിലിരിക്കണ കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല വറ്റിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂട്ടിയിട്ടാണ് ഇന്നത്തെ അത്താഴം.